പിൻവാതിൽ നിയമനം ആരോപിച്ച കെഎസ്ആർടിസി ചീഫ് ഓഫീസിൽ BMS TDF സംഘടനകളുടെ പ്രതിഷേധം. ട്രെയിനർ തസ്തികയിലേക്കുള്ള ഇന്റർവ്യൂ വഴി CITU മുൻ സംസ്ഥാന ഭാരവാഹികളെ കെഎസ്ആർടിസിയിൽ തിരികെ കയറ്റാൻ ശ്രമമെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. പ്രതിഷേധത്തെ തുടർന്ന് ഇന്റർവ്യൂ നടപടികൾ തടസ്സപ്പെട്ടു. KSRTC തുടങ്ങിയ ഡ്രൈവിംഗ് സ്കൂളിലേക്ക് പരിശീലകരെ തേടുന്നതിനാണ് തിരുവനന്തപുരം കിഴക്കേക്കോട്ടയുള്ള ചീഫ് ഓഫീസിൽ ഇന്റർവ്യൂ നടത്താൻ തീരുമാനിച്ചത്. ഇന്റർവ്യൂവിന്റെ ചുമതലയുള്ള മുതിർന്ന ടെക്നിക്കൽ ഓഫീസർമാരെത്തി നടപടികളിലേക്ക് കടക്കാൻ തുടങ്ങിയതും പ്രതിഷേധമായി. BMSഉം TDFഉം CMDയുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. CITU മുൻ സംസ്ഥാന ഭാരവാഹികളായിരുന്നവരെ തിരികെ കയറ്റാനാണ് മാനേജ്മെന്റ് ശ്രമിക്കുന്നതെന്ന് BMS ആരോപിച്ചു. പ്രധാനികളായിട്ടുള്ള ആളുകളുണ്ട്. CITUവിന്റെ സംസ്ഥാന ട്രഷററായിരുന്ന ശ്രീ ഗോപാലകൃഷ്ണൻ, CITUവിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ശ്രീ സുരേഷ്, അവരൊക്കെ ഇതിൽ പിൻവാതിലൂടെ കയറുകയാണ്. ഞങ്ങൾ പറഞ്ഞതാണ്, ഇത് പൊതുസ്വത്ത്, KSRTC എന്ന് പറയുന്ന പൊതുസ്വത്ത് പാർട്ടി സ്വത്താക്കാൻ പോവുകയാണെന്ന് കാലങ്ങളായി BMS പറയുന്ന കാര്യത്തിന് സത്യപരമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന്റെ തുടക്കമാണെന്ന്. KSRTCയിലെ വെഹിക്കിൾ സൂപ്പർവൈസർ, ഹെഡ് വെഹിക്കിൾ സൂപ്പർവൈസർ തസ്തികയിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥരെയാണ് പുനർനിയമിക്കാൻ ശ്രമിക്കുന്നതെന്നാണ് ഉയരുന്ന ആക്ഷേപം. KSRTCയിലെ വെഹിക്കിൾ സൂപ്പർവൈസർമാരായി അങ്ങനെ വിരമിച്ചവരെ KSRTCയിലെ ഡ്രൈവർ ട്രെയിനർമാരായിട്ട് നിയമിക്കുകയാണ്. നൂറുകണക്കിന് മികച്ച ഡ്രൈവർമാർ, എല്ലാവിധ സാങ്കേതിക മികവുള്ള ആളുകൾ ഇരിക്കെ അവരെ ആരെയും നിയമിക്കാതെ ഈ പെൻഷൻ പറ്റിയ ഈ ആളുകളെ ഇതിൽ തിരികെ കയറ്റുന്നത് അത് രാഷ്ട്രീയ ലക്ഷ്യമാണ്. 16ഓളം ഒഴിവുകളിലേക്കായിരുന്നു ഇന്റർവ്യൂ നടപടികൾ. പ്രതിഷേധം നീണ്ടതോടെ ഇന്റർവ്യൂ തടസ്സപ്പെട്ടു. തീരുമാനം പിൻവലിക്കും വരെ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് തൊഴിലാളി സംഘടനകളുടെ തീരുമാനം. ജനം, തിരുവനന്തപുരം.